ഹായ് മക്കളെ, അപ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ ഇതാ ഒരു പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ ഓൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ബോർഡ് എക്സാമിലേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് ചുരുങ്ങിയത് 2 മാസമാണ് ബോർഡ് എക്സാമിന് മുന്നിൽ നമുക്ക് ബാക്കിയുള്ളത്. ബോർഡ് എക്സാം കഴിഞ്ഞ് മക്കൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന എൻട്രൻസ് എക്സാമുകൾ തന്നെയാണ് അല്ലേ. നീറ്റ്, ജെഇ ആൻഡ് കീം പോലെയുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നിങ്ങളവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രധാന സംശയമാണ് കീം എക്സാമിന് +2 മാർക്കിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ള കാര്യം. +1 മാർക്കാണോ +2 മാർക്കാണോ കീം എക്സാമിന് കൺസിഡർ ചെയ്യുന്നുള്ള കാര്യം. മക്കളെ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ +1 +2 മാർക്കല്ല, +2 മാത്രം മാർക്കാണ് കീം റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കീം എക്സാം എന്ന് പറയുന്നത് മക്കൾക്ക് അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ +2 നിങ്ങൾ നേടിയിരിക്കുന്ന ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിൻ്റെയും മാർക്കാണ് പരിഗണിക്കുക. അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 50% പങ്കുള്ളത് ആർക്കാണ്? +2 മാർക്കിനാണ്. 50% പങ്ക് ആരുടെയാണ്? കീം എക്സാമിൽ നിങ്ങൾ എത്രയാണോ സ്കോർ വാങ്ങുന്നത് അതിനായിരിക്കും 50% പങ്ക്. സോ ഇത്രയേറെ ഇമ്പോർട്ടൻസ് +2 മാർക്കിനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ മക്കളെ എന്ത് ചെയ്യണം? ബോർഡ് എക്സാമിനെ നേരിടണം. ബോർഡ് എക്സാമിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് നേടിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്കൊരു കോച്ചിങ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൈലത്തിൻ്റെ കീം ക്രാഷ് കോഴ്സിൽ ഇപ്പോഴും മക്കളെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും വൈകിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീം എക്സാമിന് പഠിക്കാനായിട്ട് കീം ക്രാഷ് കോഴ്സിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് കീം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കീം എക്സാം സംബന്ധിച്ച ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.